ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി കൂടുതൽ ശക്തിയാർജിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഒറ്റയ്ക്കോ സഖ്യത്തിലോ ഇപ്പോൾ ഭരണത്തിലാണ്. തെലങ്കാനയിൽ 2 വർഷം മുൻപ് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു. കർണാടകയിൽ സമാനമായ രീതിയിൽ ഉജ്ജ്വല വിജയം നേടി അവിടെ ഭരണത്തിലാണ്. അടുത്തിടെയാണ് അവിടെ ഒരു തലമുറ മാറ്റമുണ്ടായത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാറിനെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അവിടെ അവരോധിച്ചിരിക്കുകയാണ്. കാരണം 2 വർഷം കഴിയുമ്പോൾ കർണാടക വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടം അധികാരം നിലനിർത്തേണ്ട ഒരു സാഹചര്യം, ഒരാവശ്യകത ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിദ്ധരാമയ്യയെ മാറ്റി കൂടുതൽ യുവാവായിട്ടുള്ള ഒരു നേതാവിനെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഹൈക്കമാൻഡ് അവരോധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം DK ശിവകുമാർ മുഖ്യമന്ത്രിയായിട്ട് അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF വലിയ വിജയം നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഒരു ഭരണമാറ്റം ഉണ്ടായെങ്കിൽ പോലും കോൺഗ്രസ് ഏറെക്കാലത്തിന് ശേഷം അവിടെ ഭരണത്തിൽ പങ്കാളിയായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് DMK-യുമായിട്ട് സഖ്യത്തിലാണ് അവിടെ കോൺഗ്രസ് ഉള്ളത്. DMK-യുടെ ഭരണത്തിലൊക്കെ തന്നെ കോൺഗ്രസ് അവർക്കൊപ്പം ആ ഭരണത്തിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സർക്കാരിൽ ഒരു ഭാഗമാകാൻ കോൺഗ്രസിനെ DMK അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ DMK മുന്നണി വിട്ടുകൊണ്ട് കോൺഗ്രസ് വിജയുടെ പാർട്ടിയായ TVK-ക്ക് പിന്തുണ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാരണം TVK-ക്ക് അവിടെ ഒരു കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. അങ്ങനെ കോൺഗ്രസ് തങ്ങളുടെ 5 അംഗങ്ങളുമായിട്ട് TVK-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവിടെ TVK സർക്കാർ രൂപീകരിക്കുന്നു. മാത്രവുമല്ല, കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ, മന്ത്രിസഭയിൽ 2 സ്ഥാനങ്ങൾ വിജയ് കോൺഗ്രസിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസിന് ഏറെക്കാലത്തിന് ശേഷം തമിഴ്നാട്ടിൽ മന്ത്രിസഭയിൽ ഒരു അംഗത്വം ലഭിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ വലിയൊരു മാറ്റമായിരുന്നു, പുതിയൊരു ചുവടുവയ്പ്പായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാർത്തകൾ അനുസരിച്ച് കോൺഗ്രസിന് അവിടെ കൂടുതൽ പരിഗണന ഈ TVK നൽകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അവിടെ ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നിരിക്കുകയാണ്. അത് AIADMK-യുടെ MP അദ്ദേഹം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതോടുകൂടിയാണ് അവിടെ ആ ഒഴിവ് വന്നത്. അപ്പോൾ ആ ഒഴിവിൽ സ്വാഭാവികമായിട്ടും വിജയിക്കാൻ കഴിയുക ഭരണകക്ഷിയായിട്ടുള്ള TVK-ക്കാണ്. TVK-ക്ക് ഒറ്റയ്ക്ക് തന്നെ 100-ലധികം സീറ്റുകളുണ്ട്. പക്ഷേ TVK ആ രാജ്യസഭാ സീറ്റ് ത്യാഗം ചെയ്തുകൊണ്ട് ഈ കോൺഗ്രസിന് വിട്ടു നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൽക്കാലം തങ്ങൾ പാർലമെന്റിലേക്ക് ഇല്ല, പകരം കോൺഗ്രസിനെ പോലൊരു പാർട്ടി അവിടെ ഉണ്ടാകട്ടെ, പ്രത്യേകിച്ചും രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം വർദ്ധിക്കട്ടെ എന്നൊരു തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയ് ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായ P. ചിദംബരം ഉൾപ്പെടെയുള്ള നേതാക്കൾ വിജയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് വിജയ് അത്തരമൊരു സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നത്. അവിടെ ആ സീറ്റ് കോൺഗ്രസിന് ലഭിച്ചതോടുകൂടി അവിടെ പ്രവീൺ ചക്രവർത്തി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് ആ സീറ്റ് നൽകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മുൻപ് TVK-യുമായിട്ട് സഖ്യം വേണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ട് നേതൃത്വവുമായിട്ട് സംസാരിക്കുകയും അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്ത ഒരു നേതാവാണ് ഈ പ്രവീൺ ചക്രവർത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കും പ്രവീൺ ചക്രവർത്തിയെ രാജ്യസഭയിലേക്ക് അയക്കുന്നതിൽ വലിയ താല്പര്യമാണുള്ളത്. അങ്ങനെയെങ്കിൽ പ്രവീൺ ചക്രവർത്തിക്ക് ആ സീറ്റ് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത് തന്നെ രാജ്യസഭയിലേക്ക് ഒരു നിരവധി തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. അതിൽ കോൺഗ്രസിന് പരമാവധി 5-6 സീറ്റുകൾ മാത്രമാണ് ലഭിക്കാൻ ഇടയുള്ളത്. ആ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസിന് ഒരു രാജ്യസഭാ അംഗത്തെ കൂടി ലഭിച്ചിരിക്കുന്നത്. അത് വിജയുടെ ഒരു മഹാമനസ്കത തന്നെയാണ്. അത് തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിലും കോൺഗ്രസിന് കൂടുതൽ കരുത്തായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും രാജ്യസഭയിൽ നിലവിലെ സാഹചര്യത്തിൽ BJP തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് മറുവശത്ത് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് രാജ്യസഭയിലെ അംഗബലം കൂട്ടുന്ന ഒരു നിലപാടിലേക്ക് വിജയ് പോയിരിക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റിന് 2 വർഷം കൂടി കാലാവധിയുണ്ട്. 2028 വരെയാണ് ഈ സീറ്റിന്റെ കാലാവധി ഉള്ളത്. അപ്പോൾ 2028 വരെ കോൺഗ്രസിന് അവിടെ രാജ്യസഭയിൽ ആ അംഗത്തിന് തുടരാൻ കഴിയും. മാത്രവുമല്ല,
നിലവിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മറ്റൊരു രാജ്യസഭാ സീറ്റുകൾ കൂടി കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അങ്ങനെ 2 രാജ്യസഭാ സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരേ സമയം കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന് എന്തായാലും TVK നേതാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വിജയ്ക്കാണ് നന്ദി പറയേണ്ടത്. വിജയ്ക്ക് കോൺഗ്രസ് ഇപ്പോൾ കൈയടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇടയ്ക്ക് TVK അല്ലെങ്കിൽ വിജയ് കോൺഗ്രസിന്റെ അവകാശവാദങ്ങളോട് പൊരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുന്നില്ല എന്നൊരു വിമർശനം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളയുന്ന രീതിയിലുള്ളൊരു സമീപനമാണ്, ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ.